എന്തുകൊണ്ടാണ് കേരളത്തിലെ പല സ്ത്രീകളും ഒരു 30 വയസ്സ് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അനുഭവപ്പെടുന്നത്? പലപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെയുള്ള പല അമ്മമാരുടെയും അല്ലെങ്കിൽ ഭാര്യമാരുടെയും അല്ലെങ്കിൽ സഹോദരിമാരുടെയും ഒക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന രീതിയിൽ നമ്മൾ കാണാറുണ്ട്. അവരുടെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു സങ്കടം മിന്നിമറിയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ഇപ്രകാരം പല സ്ത്രീകളും ഒരു 30 വയസ്സ് കഴിയുമ്പോഴേക്കും അവരുടെ ജീവിതത്തിൽ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നത്? ഇതിന്റെ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ അടുത്ത ദിവസം ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റുമായിട്ട് സംസാരിക്കാനായിട്ട് ഇടവന്നു. 30 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. അവർ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: 30 വയസ്സ് കഴിഞ്ഞ് ഞാനിന്ന് എൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ശൂന്യത അനുഭവപ്പെടുകയാണ്. ഞാൻ ആരാണ് എന്ന് എന്നോട് ചോദിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടിയിരുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു ശൂന്യതാബോധം വളർന്നു വരികയാണ്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ചോദ്യം എന്നെയും ചിന്തിപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അല്പം റെഫർ ചെയ്യാനും പഠിക്കാനും തീരുമാനിച്ചത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതും നിങ്ങളുടെ ചിന്തകളെ ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നതും. ഈ 30 വയസ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ അവർ വിവാഹം ചെയ്ത് 1-2 കുട്ടികളുമൊക്കെ ആയിട്ട് അവർ ജീവിതം നടത്തുകയായിരിക്കും. പലപ്പോഴും കുട്ടികളുടെ ഉത്തരവാദിത്വമൊക്കെ ഇവർ നിർവഹിക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം അവരുടെ റോളുകളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. പലപ്പോഴും അവളൊരു പെർഫെക്റ്റ് ഭാര്യയായിട്ട് മാറുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് അമ്മയായിട്ട് മാറുന്ന അവസ്ഥ കുടുംബത്തിലുണ്ടാവാറുണ്ട്. ഇങ്ങനെ കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങളൊക്കെ അവളുടെ റോളായി കണ്ട് വളരെ ഭംഗിയായിട്ട് അവൾ ചെയ്തു തീർക്കുന്ന ഒരു കാലഘട്ടമാണിത്. എന്നാൽ ഈ സമയത്താണ് ഈ കുഞ്ഞുങ്ങൾ വളരാൻ തുടങ്ങിക്കഴിയുമ്പോൾ, കുടുംബത്തിൻ്റെ അവസ്ഥ മാറാൻ തുടങ്ങിക്കഴിയുമ്പോഴാണ് പലപ്പോഴും ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, പലപ്പോഴും ഇവരുടെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഇവരുടെ സ്വപ്നങ്ങൾ അത് നടക്കാതെ വരുന്ന അവസ്ഥയിലാണ് ഇത് സംഭവിക്കുന്നത് എന്നും പഠനങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട്. നമുക്കെല്ലാം പല റോളുകളുണ്ട്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൾ വീട്ടിലെ ഉത്തരവാദിത്വമുള്ള മകനായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന മകനായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഓൺട്രപ്രണർ ആയിരിക്കാം, അല്ലെങ്കിൽ വേൾഡ് ട്രാവലർ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ആവാം. ഇങ്ങനെ പലതരത്തിലുള്ള റോളുകൾ പുരുഷന്മാർക്കുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കുമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീക്കും ഇതുപോലെ ജോലി ചെയ്യാനും പലതരത്തിലുള്ള റോളുകൾ പുറത്തും ഏറ്റെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത്, തങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ ബലികഴിച്ച് ഒരു വീട്ടിൽ ഒതുങ്ങി ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ മാനസികമായ അവസ്ഥയെക്കുറിച്ചാണ്. നമുക്കിപ്രകാരമുള്ള ഒരു സ്ത്രീയുടെ ജീവിതാവസ്ഥയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ചെറുപ്പ കാലഘട്ടത്തിൽ പല സ്വപ്നങ്ങളുമായിട്ട് പറന്ന് ജീവിക്കുകയാണ്. വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട മകളായിട്ട് അവൾ വളർന്നു വരുന്നു. പ്രിയപ്പെട്ട സഹോദരിയായിട്ട് അവൾ വളർന്നു വരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടപ്പെട്ടവളായിട്ട് അവളുടെ ജീവിതം അവൾ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അവൾ പഠിക്കുന്നു. കുറേ കഴിയുമ്പോൾ അവൾക്ക് ഒരു നല്ല ഭർത്താവിനെ കണ്ടെത്തി വിവാഹം ഗംഭീരമായിട്ട് നടത്തുന്നു. അപ്പോൾ അവൾക്കൊരു വിളിപ്പേര് കിട്ടുന്നു, ഭാര്യ എന്ന വിളിപ്പേര്. കുറച്ചു കഴിയുമ്പോൾ അവൾ അമ്മ എന്ന വിളിപ്പേരിലേക്ക് മാറുന്നു. ഇപ്രകാരം അവളുടെ ജീവിതത്തിൽ റോളുകൾ മാറി മറിയുമ്പോഴും അവളുടെ സ്വപ്നങ്ങൾ പലപ്പോഴും ബലി കഴിക്കേണ്ടതായിട്ട് വരുന്ന അനുഭവം ഉണ്ടാവുന്നു. നമുക്കറിയാം, പല കുടുംബങ്ങളിലും അച്ഛന്മാരാണ് അല്ലെങ്കിൽ ഭർത്താക്കന്മാരാണ് വീട്ടിലെ കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവരാണ് ജോലി ചെയ്യുന്നത്, അവരാണ് പണം സമ്പാദിക്കുന്നത്. ഭാര്യമാർ പലപ്പോഴും വീട്ടിൽ ഇരുന്ന് മക്കളുടെ കാര്യവും നോക്കി വീട്ടിലെ കാര്യങ്ങളും നോക്കി ജീവിക്കുന്ന അനുഭവത്തിലേക്ക് പോവാറുണ്ട്. ഒരുപക്ഷെ അവർക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും അവർ അവരുടെ ജീവിതത്തെ ബലി കഴിക്കുന്നത് ഒരു കുടുംബം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിലാവാം. നല്ല കാര്യമാണ്. പക്ഷേ അതിനെയല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇപ്രകാരം ഒരു അവയർനെസ് കൊണ്ടുവരുന്നതിൻ്റെ കാര്യം, ഞാൻ വായിച്ച പല ലേഖനങ്ങളുടെയും വെളിച്ചത്തിലാണ്. ശൂന്യത അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി അവർക്ക് നഷ്ടമായിട്ട് വരുന്നു. അതുകൊണ്ട് അവർ ചോദിക്കേണ്ട ഒരു ചോദ്യം, എൻ്റെ ആ ക്രിയേറ്റിവിറ്റിയെ വീണ്ടെടുക്കാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ? കുടുംബത്തിൻ്റെ ആ ഒരു നല്ല സന്തോഷം നഷ്ടപ്പെടുത്താതെ ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം അവരുടെ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുമോ? അവരുടെ ക്രിയേറ്റീവ് സൈഡിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുമോ? അവരുടെ സ്വപ്നങ്ങൾക്കൊന്നുകൂടി പച്ചപ്പ് നൽകാനായിട്ട് സാധിക്കുമോ? ഈ ഒരു ചോദ്യമാണ് ഞാൻ ഇന്ന് ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ 30 വയസ്സ് കഴിഞ്ഞ് സ്വന്തം ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നു, ഞാൻ എന്താണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നൊരു വ്യക്തതയും ഇല്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഒരു മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്പസമയം ശാന്തമായി നിങ്ങളിരുന്ന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. എൻ്റെ ഈ റോളുകൾ മാറ്റിവെച്ചാൽ ഞാൻ ആരാണ്? ഞാനൊരു ഹാപ്പിയായ ഒരു സ്ത്രീയാണോ? എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ ബലി കഴിച്ചോ? എനിക്ക് എൻ്റെ സ്വപ്നങ്ങളെ വീണ്ടെടുക്കാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് കഴിയും? എൻ്റെ ഏത് സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ക്രിയേറ്റീവ് സൈഡിനെ എനിക്കൊന്നും കൂടി ജീവിപ്പിക്കാനായിട്ട് സാധിക്കും? ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നുണ്ടെങ്കിൽ ഇത് പ്രസക്തമായിരിക്കണം എന്നില്ല. എന്നാൽ
നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയും സാറ്റിസ്ഫാക്ഷൻ നൽകുന്നില്ല, നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അല്പസമയം നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്താനായിട്ട് മാറ്റിവെക്കുന്നത് ഉപകാരപ്പെടും എന്നെനിക്ക് തോന്നുകയാണ്. അപ്പോൾ അതുകൊണ്ട് റോളുകളല്ല നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നൽകുന്നത്, ഒരു ഐഡൻറ്റിറ്റി നൽകുന്നത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ, നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല വഴി എന്നുള്ളത് ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം കണ്ടെത്തി ക്രിയേറ്റീവായിട്ട് നമ്മുടെ സ്കില്ലിനെ ഉപയോഗിച്ചുകൊണ്ട് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന കാലഘട്ടത്തെ ഓർത്ത് പിന്നീട് നമ്മൾ വിലപിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്നെനിക്ക് തോന്നുന്നത്. ഓരോ സ്ത്രീയും ഇന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം, അല്പസമയം ശാന്തമായിരുന്നു കൊണ്ട് മനസ്സിനെ സ്വസ്ഥമാക്കി ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ റോളുകളെല്ലാം എനിക്ക് ലഭിക്കുന്നതിന് മുൻപ് ഞാൻ ആരായിരുന്നു? എൻ്റെ സ്വപ്നങ്ങൾ എന്തായിരുന്നു? ഞാൻ എവിടെയാണ് എൻ്റെ സ്വപ്നങ്ങളെ ബലി കഴിച്ചത്? ഇവിടെ ഈ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് എങ്ങനെ എൻ്റെ ജീവിതത്തെ പുതുതാക്കി കരുപിടിപ്പിക്കാനായിട്ട് സാധിക്കും? ഈ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് തീർച്ചയായിട്ടും പരിശ്രമിക്കുക. ഇത്രയും സമയം എന്നോടുകൂടി ചെലവഴിച്ചതിന് നന്ദി. ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മെഡിറ്റേഷൻ നടത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റോളിനെക്കുറിച്ച്, നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചൊരു നല്ല മെഡിറ്റേഷൻ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു 10-15 മിനിറ്റുള്ള ഒരു നല്ല മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഗൈഡഡ് മെഡിറ്റേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉൾക്കാമ്പിലേക്കൊന്ന് കടന്നു പോകാനും നിങ്ങളുടെ ഉള്ളിനെ ഒന്ന് പരിശോധിക്കാനും ഇഷ്ടമുള്ള മേഖലയെ കണ്ടെത്താനും ഒരുപക്ഷെ സഹായിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യുക. ഒരു നല്ല ഇയർഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് സ്വസ്ഥമായിരുന്ന് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഉത്തരം കണ്ടെത്താനായിട്ട് അത് നിങ്ങളെ സഹായിച്ചേക്കാം. നിങ്ങളുടെ വിചിന്തനം നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നല്ല ഉത്തരം കണ്ടെത്താനായിട്ട് സഹായിക്കട്ടെ. നിങ്ങൾ അനുഭവിക്കുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസിൽ നിന്ന് പുറത്തു കടക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു.